ഇന്ന് 133 സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. 3 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സങ്കീർത്തനമായതിനാൽ നമുക്കതൊന്ന് വായിച്ച് തുടങ്ങാം. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. നമ്മള് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് നോക്കിയാൽ അവിടെ കാണുന്നത് ദാവീദിന്റെ ഒരു ആരോഹണ ഗീതം എന്ന. ബൈബിളുമായി അല്പമെങ്കിലും ബന്ധമുള്ളവർക്ക് ദാവീദ് ആരാന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ച്, അവൻ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം ഇന്നത്തെ ചിന്തയിൽ നൽകുന്നില്ല, അതിനായിട്ട് സമയം കളയുന്നില്ല. എന്നാൽ ഇതൊരു ആരോഹണ ഗീതം എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ആരോഹണ ഗീതം എന്നാൽ എന്താ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ എല്ലാവർക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഞാൻ ഒന്ന് പറയാം. യഹൂദന്മാർ ധാരാളം ഉത്സവങ്ങൾ ആഘോഷിക്കുന്നവരായിരുന്നു. അവരുടെ തോറയില് അല്ലെങ്കിൽ പഴയ നിയമത്തില് തന്നെ ഓർമ്മ പുതുക്കലിനായി മാൻഡറ്ററി ആയിട്ട് ദൈവം തന്നെ കൽപ്പിച്ചിട്ടുള്ള ആഘോഷിക്കേണ്ട ചില ഉത്സവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളാണ് പെസഹ പെരുന്നാളും ആദ്യഫല പെരുന്നാളും കൂടാര പെരുന്നാളും. ഈ പെസഹ എന്നത് നമുക്കറിയാം, ഈ അടുത്താണല്ലോ നമ്മൾ കഷ്ടാനുഭവ ആഴ്ചകളൊക്കെ ഓർത്ത് ഒരു ഒരു ഉയർപ്പിന്റെ ആഘോഷമൊക്കെ നല്ലൊരു കൂട്ടം ക്രിസ്തീയ സമൂഹം അത് പ്രത്യേകമായിട്ട് ആ ദിവസത്തെ ആചരിച്ച് കൊണ്ടാടിയത്. പെസഹ എന്നത് മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടുമ്പോൾ സംഹാരകൻ അവരെ വിട്ടുപോയത് യഹോവയുടെ കൽപ്പന പ്രകാരം അറുത്ത കുഞ്ഞാടിന്റെ രക്തം അവർ പാർക്കുന്ന ആ വീടുകളിൽ അടയാളമായി പുരട്ടിയത് കൊണ്ടായിരുന്നു. അതിനെ ഓർത്തുകൊണ്ട്, അവർക്ക് ലഭിച്ച ആ വിടുതലിനെ ഓർത്തുകൊണ്ട് പെസഹായുടെ പെരുന്നാൾ അവർ ആണ്ടുതോറും ആഘോഷിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ദൈവം തന്നെ അവരോടിത് ഓർമ്മിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ ഇത്തരം ഒരു പെസഹായോട് അനുബന്ധിച്ചാണല്ലോ വാഴ്ത്തപ്പെട്ട കർത്താവ് അല്ലെങ്കിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടത്. നമുക്കറിയാം, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യവർഗത്തെ മുഴുവൻ വീണ്ടെടുക്കാനുള്ള യാഗമായിട്ടാണ് അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. പെസഹ പെരുന്നാളിന്റെ 50-ാം ദിവസം സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് തോറ അല്ലെങ്കിൽ പഴയ നിയമം നൽകിയതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അവര് ആദ്യഫല പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആദ്യഫല പെരുന്നാളിന് വേറെയും ഉദ്ദേശമുണ്ട്. സംഖ്യാപുസ്തകം 28-26 അടിസ്ഥാനമാക്കി യഹൂദന്മാർ ആ ദിവസത്തെ ദ ഡേ ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യ ഫലങ്ങളുടെ ദിനം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. ദൈവവും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ഉടമ്പടിയെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരാഘോഷം കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പെസഹ കഴിഞ്ഞ് 50-ാം ദിവസമാണിത്. ഈ 50-ന് പുരാതന ഗ്രീക്കില് പെൻഡക്കോസ്റ്റ് എന്നാണ് പറയുന്നത്. 50-ന്റെ അർത്ഥം പെൻഡക്കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ പെൻഡക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിനോമിനേഷനെ കാണിക്കുന്ന പദത്തിനപ്പുറം പഴയ പുതിയ നിയമങ്ങളിൽ
വിശ്വാസപരമായ അടിസ്ഥാനമുള്ളതാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണം ലഭിച്ച ദിവസമായിരുന്നു അതെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ഉയർപ്പിനും 50 ദിവസങ്ങൾക്ക് ശേഷം സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ച ദിവസത്തെയാണത് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു യഹൂദൻ ഐ ആം എ പെൻഡക്കോസ്റ്റൽ ജൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം അവന് ദൈവസന്നിധിയിൽ പ്രമാണിച്ച് ജീവിക്കാനുള്ള കൽപ്പനകൾ ലഭിച്ച 50-ാം ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു ഡിനോമിനേഷൻ അല്ല, അത് ദൈവ മനുഷ്യനോട് അവരുടെ ആത്മീയ നിലനിൽപ്പിനും മുന്നോട്ടുള്ള ആത്മീയമായ വളർച്ചയ്ക്കും വേണ്ടി നൽകിയിട്ടുള്ള പ്രമാണങ്ങളും അതിനുള്ള സംവിധാനങ്ങളെയും സൂചിപ്പിക്കുന്ന ആ സംഭവം നടന്ന ദിനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞായിരുന്നല്ലോ, കൂടാര പെരുന്നാൾ. അതും നമുക്കറിയാം, ഈ മിസ്രൈമിലെ വീണ്ടെടുപ്പിന് ശേഷം നമുക്കറിയാം ആ ഇസ്രായേൽ മക്കള് ഫറവോനെ ഒക്കെ ആ ചെങ്കടലിൽ മുക്കിയിട്ട് മരുഭൂമിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഏകദേശം 40 വർഷത്തോളം മരുഭൂമിയിൽ അവര് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു കാലയളവുണ്ട്. അതിന്റെ കാരണങ്ങളൊക്കെ വളരെ ഉണ്ട്, അതൊന്നും വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല ഇപ്പോൾ. ആ കാലയളവിൽ അവർ ദൈവിക സംരക്ഷണത്തിൽ താൽക്കാലികവും ദുർബലവുമായ കൂടാരങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കലിനാണ് ഈ ഉത്സവം അവർ ആചരിച്ചത്. അവര് ഒരാഴ്ചയോളം കൂടാരങ്ങളിൽ, താൽക്കാലിക ടെന്റുകളിൽ പാർത്തുകൊണ്ട് അവരുടെ ആ കാലഘട്ടത്തെ ഓർമ്മിക്കുവാൻ. ഇന്ന് നല്ലൊരു ആചാരമായി ഇതൊക്കെ അല്ലേ? നമ്മുടെയൊക്കെ പഴയ കാലം ഒന്ന് ഓർക്കുവാൻ അതിനു വേണ്ടിയിട്ട് അല്പം സമയം വേർതിരിച്ച്, ദിവസങ്ങൾ വേർതിരിച്ച് അതൊരാഘോഷമാക്കി നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൂടി അതൊന്ന് ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നതും സ്തുതിക്കുന്നതും എത്ര മനോഹരമാണ്. അങ്ങനെ യഹോവയുടെ വചനപ്രകാരം ഈ ഓർമ്മ പുതുക്കലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ, അതായത് യെരൂശലേം ദേവാലയത്തിലേക്ക് വരുമായിരുന്നു. ആ സമയത്ത് അവർ തീർത്ഥാടകരായി, പിൽഗ്രിംസായി യെരൂശലേം ദേവാലയത്തിലേക്ക് കയറുമ്പോൾ 15 പടികളുണ്ടെന്നാണ് പറയുന്നത്. ആ കയറുന്ന സമയത്ത് അവർ പാടി ദൈവത്തെ ആരാധിക്കുകയും തമ്മിൽ ആനന്ദിക്കുകയും ഒക്കെ ചെയ്ത പാട്ടുകൾ ആണ് ആരോഹണ ഗീതങ്ങളെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 120-ാം സങ്കീർത്തനം മുതൽ 124-ാം സങ്കീർത്തനം, 134-ാം സങ്കീർത്തനം വരെ ഏതാണ്ട് 15 സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ. അതിലൊന്നാണല്ലോ നമ്മൾ ഇന്ന് വായിച്ചത്. ഇപ്പം ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയണം. എത്ര മനോഹരമാണല്ലേ? കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഓർമ്മ പുതുക്കലിൻ്റെ ആ ആഘോഷം നടക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വന്ന് നന്ദി കരേറ്റുവാനായി വരുമ്പോൾ അവർ ഒരുമിച്ച് പാടി ആരാധിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് കയറിപ്പോയ ആ ഗീതങ്ങളിൽ ഒന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ദാവീദ് ഈ സങ്കീർത്തനം ഏത് സന്ദർഭത്തിലാണ് എഴുതിയതെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഞാൻ ആ ഊഹത്തിലേക്കും കടക്കുന്നില്ല ഇപ്പോൾ, നമ്മുടെ ചിന്തയിലേക്ക് അത്രയും ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ഇത് ഞാൻ ഊഹിക്കാനേ കഴിയുള്ളൂ എന്ന് പറയാൻ കാരണം, ദാവീദ് ഇത് എഴുതുമ്പോൾ യെരൂശലേം ദേവാലയം ഇല്ലായിരുന്നു. ആരോഹണ ഗീതമാണെന്ന് ഞാൻ പറഞ്ഞു, തിരുവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദാവീദ് ഇത് എഴുതുമ്പോൾ ആക്ച്വലി യെരൂശലേം ദേവാലയം ഇല്ല. തൻ്റെ മകൻ ശലോമോനാണല്ലോ യെരൂശലേം ദേവാലയം നിർമ്മിക്കുന്നത്. അപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ എഴുതിയ സങ്കീർത്തനം പിൽക്കാലത്ത് ഇതിലെ ആശയ സമ്പുഷ്ടി കാരണം ആരോഹണ ഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയതാണെന്ന് കരുതാനേ നമുക്ക് വഴിയുള്ളൂ. ഇവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ഞാൻ ആ വാക്യം വായിച്ചെങ്കിലും ഇതിലെ ഓരോ പദങ്ങളും എടുത്ത് ധ്യാനിക്കേണ്ടതാണ്. ഇതാ
ഇംഗ്ലീഷിൽ അത് പറയുന്നത് ബിഹോൾഡ്, ബിഹോൾഡ് ഹൗ ഗുഡ്, ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ് വെൻ ബ്രദറൻ ഡ്വൽ ഇൻ യൂണിറ്റി, ഡ്വൽ ടുഗദർ ഇൻ യൂണിറ്റി എന്നും ചില ട്രാൻസ്ലേഷനുണ്ട്. നമുക്കറിയാം, ഒരു സെന്റൻസിന്റെ ആരംഭത്തിൽ ബിഹോൾഡ് എന്ന് ചേർക്കുമ്പോൾ, നമ്മുടെ മലയാളത്തിൽ ഇതാ എന്ന് ചേർക്കുമ്പോൾ, അത് തുടർന്ന് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ശ്രദ്ധിക്കാനാണ് നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, therefore, അതുകൊണ്ട്, ആയതിനാൽ എന്നൊക്കെ പറഞ്ഞ് പല വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായ ലേഖനത്തിലൊക്കെ ഇത് ഏറെ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. അവിടെ ആയതിനാൽ, therefore എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങളെ നമ്മൾ ഓർത്തേച്ച് അതിനോട് കണക്ട് ചെയ്ത് വേണം തുടർന്ന് പറയുന്നത് ചിന്തിക്കാനെന്നാണ്. എന്നാൽ ഇവിടെ ബിഹോൾഡ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ശ്രദ്ധിച്ചേ, ഇതാ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ചിലത് കാണിക്കുകയാണ് പറയുന്നവൻ. 1 യോഹന്നാൻ 3 നമ്മൾ ദൈവമക്കളായി തീരുവാൻ ദൈവം നൽകിയ സ്നേഹത്തിന്റെ ആഴത്തെ ദർശിച്ച യോഹന്നാൻ ആ വാക്യം തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ. കാൺമീൻ, ബിഹോൾഡ്, നാം ദൈവമക്കളാകുവാൻ അവൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നുവെന്ന് യോഹന്നാൻ നമ്മളെ വിളിച്ചു കാണിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവ് തന്നെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോൾ, അവിടെയും ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ബിഹോൾഡ് ഐ സ്റ്റാൻഡ് അറ്റ് ദ ഡോർ ആൻഡ് നോക്ക്, നോക്കൂ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ടാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. വി നീഡ് ടു പേ അറ്റൻഷൻ ടു വാട്ട് ദ സ്പീക്കർ ഈസ് ഗോയിങ് ടു സേ. നമ്മോട് സംസാരിക്കുന്നയാൾ എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം എന്നാണ് ആ ഒരു പദത്തിൽ കൂടി അർത്ഥമാകുന്നത്. അത് പറയുമ്പോൾ ഇവിടെ അടുത്തെന്നിട്ട് പറയുകയാണ്, ഇവിടെ ദാവീദ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ സഹോദരന്മാരിലേക്കാണ്. ഇതാ സഹോദരന്മാർ, ഇപ്പോൾ സഹോദരന്മാരിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക. ഞാൻ അവിടെ ഒരു സെക്കൻഡ് കൂടി ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഒന്ന് തിരിക്കുകയാണ്. അവിടെ വെച്ച് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. വേദപുസ്തകത്തില് സ്വർഗീയ കാര്യങ്ങളിലുള്ള നമ്മളുടെ ബന്ധങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ ഭൂമിയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. പല പല കാര്യങ്ങളിൽ നമ്മൾ അത് കാണുവാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, സ്വർഗീയ പിതാവ്, നമ്മളെ പിതാവ് എന്ന് വിളിക്കുന്നു. ആക്ച്വലി ആരാണ് ദൈവം? ഹീസ് ദ ക്രിയേറ്റർ ഗോഡ്, അല്ലേ? സൃഷ്ടിതാവാം ദൈവമാണ്. സൃഷ്ടിതാവാം ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നത് നമുക്ക് നമ്മളുമായുള്ള ആ സൃഷ്ടിതാവിൻ്റെ ബന്ധത്തെ ഒന്ന് തിരിച്ചറിയാനാണ്. അല്ലാതെ ഈ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ട്രിനിറ്റിയെ കുറിച്ച് വരുമ്പം. പടച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെളുത്ത താടിയുള്ള ഒരു വലിയ വല്യപ്പൻ, പിന്നെ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത താടിയുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു മകൻ എന്നൊക്കെ ഇവർ ചിന്തിച്ചു പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ബന്ധങ്ങളെ എല്ലാം എടുത്ത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമുക്ക് തിരുവചനത്തിൽ ഈ വാക്കുകളൊക്കെ തന്നിരിക്കുന്നത് നമ്മൾക്ക് ഒരു ആശയം മനസ്സിലാക്കുവാനായി ടീച്ചിങ് മെത്തേഡിൽ പറയുകയാണെങ്കിൽ ഫ്രം ദ നോൺ ടു ദ അൺനോൺ, നമുക്കറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറിയാൻ വയ്യാത്ത സെലസ്റ്റിയലായ സ്വർഗീയമായ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കണ്ണി മാത്രമാണ് ഈ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എന്നറിയണം. ഞാനിവിടെ പറയാൻ കാരണം, വിശ്വാസികളായ നമ്മളെ ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ദത്തുമക്കൾ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ മക്കളായിരിക്കുമ്പോൾ തന്നെ ദത്തെടുത്ത എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ദാസന്മാരെന്ന് പറഞ്ഞിട്ടില്ലേ? യേശു കർത്താവ് തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറയുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ലേ? അതുപോലെ സഹോദരന്മാർ, നമ്മളിപ്പോഴും വായിച്ചല്ലോ അത്. ഇനി അതിനേക്കാളൊക്കെ വലിയൊരു പ്രയോഗമുണ്ട്, നമ്മളെയൊക്കെ മണവാട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പം ചിലരൊക്കെ ഈ പദം വായിച്ചേച്ച് മണവാളനുമൊത്ത് മണിയറയിൽ പോയി അവിടെ കഴിയുന്ന കാര്യമൊക്കെ ചിന്തിച്ച് ഭാവന കണ്ട് പാട്ടുകൾ വരെ എഴുതിയിട്ടുണ്ട്, പാടി ആരാധിക്കുന്നവരൊക്കെ ഉണ്ടത്. ഇതൊന്നുമല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പദങ്ങളിൽ കൂടി ഉദ്ദേശിക്കുന്നത്.
ആ ബന്ധങ്ങളിൽ കൂടെ, നമ്മൾക്കറിയാവുന്ന ബന്ധങ്ങളിൽ കൂടെ സ്വർഗീയമായ ആഴമേറിയ ചില കാര്യങ്ങളെ, ബന്ധങ്ങളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരിക. ഞാൻ ഇത്ര ഇടയ്ക്ക് കയറി പറഞ്ഞത്, സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മറന്നു പോകരുത്. ഞാൻ മടങ്ങി വരിക. ഇവിടെ സഹോദരന്മാരെ നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, ആരാണ് ഈ സഹോദരന്മാർ, എന്താണ് നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഒരേ കുടുംബത്തിൽ പിറന്നവരാ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പിതാവുണ്ടെങ്കിലേ മക്കളുള്ളൂ, മക്കളുണ്ടെങ്കിലേ സഹോദരന്മാരുള്ളൂ, അല്ലേ? ആ ബന്ധത്തിന്റെ കണക്ഷൻ അങ്ങനെ. അപ്പൊ നമ്മൾ സഹോദരന്മാരാകുന്നതിന് മുമ്പേ നമ്മൾ ആരായിരിക്കണം? ആ കുടുംബത്തിൽ പിറന്ന മക്കളായിരിക്കണം. ആ മക്കളായിരിക്കണമെങ്കിൽ നമ്മളെ ജനിപ്പിച്ച ഒരാളുണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ ആ ബന്ധം നോക്കിക്കേ, കണക്ഷൻ നോക്കിക്കേ. അപ്പൊ ഈ സ്വർഗീയ ബന്ധത്തെ കാണിക്കുവാൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ സഹോദരന്മാരെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്കാലത്തേക്ക് പോകണം. ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞ് പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ ഈ സഹോദരന്മാർ തമ്മിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കവും പിണക്കവും വഴക്കും ഒക്കെ ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ ഉണ്ടായി. ചിലപ്പോൾ ആ ബന്ധം പോലും അവൻ എൻ്റെ സഹോദരനല്ല എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പനും അമ്മയും നമ്മൾ 2-3 സഹോദരങ്ങൾ, അല്ലെങ്കിൽ 6, 7, 10, 11 ഒക്കെ ഉള്ള ഓരോ കണക്കുകൾ ഉണ്ടായിരുന്ന ആ കാലത്തെ കുടുംബങ്ങളിലെല്ലാം, അല്ലേ? അവരെല്ലാം കൂടെ ചുറ്റുമിരുന്ന് ശാപ്പാടൊക്കെ കഴിക്കുന്നത്, ഇല്ലാത്തതിൽ നിന്ന് അമ്മ അല്പമായിട്ട് കോരി വിളമ്പിയൊക്കെ തരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹോദരങ്ങളുടെയും സഹോദരിയുടെയും ഒക്കെ നോക്കിയേച്ച് എനിക്ക് കൂടുതൽ കിട്ടിയോ എന്നൊക്കെ നോക്കിയേച്ച് കഴിച്ചാലും നമ്മളില്ലാത്തത് കരുതി കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും അടിച്ചും തള്ളിയും കളിച്ചും വളർന്ന ആ ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ബന്ധത്തിലാണ്, ആ സഹോദരന്മാരുടെ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദാവീദ് പറയുമ്പോൾ പക്ഷേ സ്പെസിഫിക് ആയി തൻ്റെ യഹൂദ ജാതിയിലുള്ള സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തു മാർഗത്തിൽ നമുക്കറിയാം, യഹൂദനെന്നോ യവനനെന്നോ ആണെന്നോ പെണ്ണെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇനിയും ബ്രൗൺ എന്നോ ഒരു വ്യത്യാസവുമില്ല. അവന്റെ പുത്രനായ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം നൽകിയിരിക്കുക. ഞാനിത് പറയുമ്പോൾ ഒന്നുകൂടെ പറയണം എനിക്ക്, കാരണം ഇതാരും ഈ അധികാരം ഉപയോഗിച്ച് ആരെയും ദൈവമക്കളാക്കുന്നില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനമൊക്കെ ഈയിടെ ഉണ്ടായാണ് നമ്മുടെ പല സഹോദരങ്ങളും ജയിലിലൊക്കെ പോയി കിടക്കുന്നത്. എന്നാൽ ആർക്കും ആരെയും അവരുടെ അധികാരം ഉപയോഗിച്ചോ സ്വാധീനം ഉപയോഗിച്ചോ ആരെയും ദൈവമക്കളാക്കുവാൻ കഴിയുമെന്ന് ബൈബിൾ പറയുന്നില്ല. അങ്ങനെ ആരും ചെയ്യുന്നുമില്ല. ബൈബിൾ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി തീരുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അധികാരം ഉപയോഗിച്ച് ദൈവമക്കളാകുവാനോ അല്ല ഈ അധികാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവമക്കളാകുന്നത് നിരസിക്കുവാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ അത്രയൊന്ന് പറഞ്ഞ് ഇതിനിടയിൽ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. ഇവിടെ ദാവീദ് എടുത്തു പറയുന്നത് ഒത്തൊരുമിച്ച് കഴിയുന്ന സഹോദരന്മാരുടെ ഐക്യത്തെക്കുറിച്ചാണ്. ഐക്യം പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ ഒരുമിച്ച് വസിക്കുമ്പോഴാണ്, അല്ലേ? ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ് ഫോർ ദ ബ്രദറൻ ടു ഡ്വെൽ ടുഗദർ. ഒരുമിച്ച് വസിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഇവിടെ ദാവീദ് പറയുന്നത്. നമുക്കറിയാം, ഞാനിപ്പോൾ നിങ്ങളെക്കാളൊക്കെ ഒത്തിരി ദൂരെയാണല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് എനിക്ക് വലിയ ഐക്യമാണ്, സ്നേഹമാണ്, നിങ്ങളുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, അല്ലേ? ഒന്നുമില്ല, ഈ പറഞ്ഞാൽ മതി ഇങ്ങനെ. എന്നാൽ നമ്മൾ ഇച്ചിരി അടുത്തായിരിക്കുന്നെന്ന് വിചാരിക്കുക, നമ്മൾ ഒരുമിച്ചൊരു വീട്ടിലാണെന്ന് വിചാരിക്കുക, എങ്ങനെ ഇരിക്കും? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് മുറുമുറുപ്പും അല്പസ്വല്പ പിണക്കവും, നേരത്തെ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും, അല്ലെങ്കിൽ കുഞ്ഞുകാലത്ത് ഒരേ പായയിൽ കിടന്നുറങ്ങിയപ്പോൾ പുതപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച മാതിരി തണുക്കുമ്പം പിടിച്ചു വലിയും, ഇതൊക്കെ ഉണ്ടാവും, അല്ലേ? സ്വാഭാവികമാണ്. ആ കുട്ടിക്കാലം ശരിക്കും നമുക്ക് ഈ ഭാഗം ശരിക്കും മനസ്സിലാക്കി തരുന്നതാണ്. അവിടെ നമ്മുടെ തനിനിറമൊക്കെ പുറത്തു വരുന്നത്
നമ്മൾ അടുത്ത് വസിക്കുമ്പോഴല്ലേ, അന്നേരമാണ് നമ്മുടെ ഐക്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ സഭയിലുള്ളവർ തമ്മിൽ, ഒരേ കുടുംബത്തിലുള്ളവർ തമ്മിൽ, ഒരേ ഭാഷ സംസാരിക്കുന്നവർ തമ്മിൽ, ഒരേ സംസ്കാരത്തിലുള്ളവർ തമ്മിലൊക്കെ ഈ ഭിന്നതകളെല്ലാം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഐക്യത്തോടെ ഒരുമിച്ച് വസിക്കുന്ന കുടുംബങ്ങളെയും സമൂഹത്തെയും വ്യക്തി ജീവിതങ്ങളെയും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആണ് അതല്ലേ. ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ്. ദാവീദ് അതിനെക്കുറിച്ചല്ലേ പറയുന്നത്, ആ ഒരു ഐക്യത്തെക്കുറിച്ചല്ലേ പറയുന്നത്. ആ ഒരു ഐക്യമല്ലേ നമുക്ക് ഇന്നുണ്ടാകേണ്ടത്. യെരൂശലേം ദേവാലയത്തിലേക്ക് കയറിപ്പോകുന്ന ഇവിടെ പറയുന്ന സഹോദരന്മാരുടെ ആ ഐക്യത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. അത് രണ്ടും തൻ്റെ ഓഡിയൻസിന്, അതായത് യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഒന്ന് അഹരോനെ കുറിച്ചാണ് പറയുന്നത്, രണ്ട് അവരുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ഹെർമോൻ പർവ്വതത്തിൽ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഹെർമോൻ പർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടും അവർക്ക് നന്നായി മനസ്സിലാകുന്നതാണ്. നമുക്കറിയാം, അഹരോൻ ഇസ്രായേലിയരുടെ ആദ്യത്തെ മഹാപുരോഹിതനായിരുന്നു. സഹോദരന്മാരുടെ ഐക്യത്തെ ആ മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന തൻ്റെ താടിയിലേക്ക് അഹരോന്റെ തലയിലെ വിശേഷ തൈലം ഒഴുകുന്നത് പോലെയാണെന്ന് കാവ്യാത്മകമായി ദാവീദ് ഇവിടെ വർണ്ണിക്കുക. യഹൂദന്മാരുടെ ഇടയിൽ ഈ തൈലം പുരട്ടുന്നത് പുരോഹിതന്റെ തലയിൽ മാത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ. വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ അവരുടെ തലയിൽ സുഗന്ധതൈലം പുരട്ടുന്ന ഒരു ശീലം, ഒരു രീതി അവർക്കുണ്ടായിരുന്നു. കാലത്ത് ദൂരെ നിന്ന് വരുന്നവർ നമ്മളെ പോലെ AC കാറിലൊന്നും അല്ല വരുന്നത്, ഇനിയും കാറിലും അല്ല വരുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ പോലും ഇല്ല. അവരെ നടന്ന് കിതച്ച് ചൂട്ട് വെയിലത്ത് വിയർത്തൊലിച്ച് കാലിൽ പൊടി പിടിച്ച് വരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് വരുമ്പോൾ അവർ കാല് കഴുകും, എന്നിട്ട് തലയിൽ തൈലം പൂശും. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ജോഗ്രഫിക്കലായിട്ട് അന്ന് അത് ആവശ്യമായിരുന്നു. വിയർപ്പിന്റെ ദുർഗന്ധമൊക്കെ മാറ്റി അവിടെ സുഗന്ധം പരക്കാനും അതിഥിക്ക് കുളിർമ അനുഭവപ്പെടാനും അത് സഹായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 7:46 യേശു കർത്താവ് തന്നെ ആ കാര്യത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് വെളിയിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന അതിഥിയുടെ അവസ്ഥയിലാണ് നമ്മുടെ സഭകളൊക്കെ ഇന്നായിരിക്കുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് ദുഃഖത്തോടെയാണ്. ദൈവസഭകളിലേക്ക് നോക്കിയാൽ ഇന്ന് എവിടെയും സ്നേഹത്തിന്റെ കുറവും കലഹവും വഴക്കും മത്സരവും ഉന്നതഭാവവും കാരണം ദുർഗന്ധം വമിക്കുകയാണ്. എന്നാൽ ആത്മാവിലുള്ള നമ്മുടെ ഐക്യത്തിന് ഈ ദുർഗന്ധങ്ങളെ അകറ്റാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. നാം അധിവസിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് സുഗന്ധം വ്യാപിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? സഭയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ പോലും നമുക്കറിയാമല്ലേ, എന്തോ ഒരു വെറുപ്പും വിദ്വേഷവും പകയും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ ഈ ഐക്യത്തിലൂടെയുള്ള സുഗന്ധം, ആ അഹരോന്റെ തലയിൽ നിന്ന് ഒഴുകി വരുന്ന ആ സുഗന്ധതൈലം പോലെ നമുക്ക് സുഗന്ധം പരത്തുവാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. ദാവീദ് ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക എണ്ണയെ കുറിച്ചാണ്. നമുക്കറിയാം, അത് പൗരോഹിത്യ അഭിഷേകത്തിനായി അഹരോന്റെ തലമേലൊഴിച്ച വിശുദ്ധ എണ്ണയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിശ്വാസിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു സെക്രഡ് ആയിട്ടുള്ള യൂണിറ്റിയെ കുറിച്ചാണ്. പരിശുദ്ധമായ വിശുദ്ധമായ ഒരു യൂണിറ്റി, ഒരൈക്യം നമുക്കുണ്ടാകേണ്ട ആ ചിത്രം അത് ഒരിടത്ത് നിൽക്കുകയല്ല, അത് താഴേക്ക് ഒഴുകി വരികയാണ്, മുഴുവൻ വ്യാപിക്കുകയാണ്. നമ്മളെ മുഴുവൻ കവർ ചെയ്യുമ്പോൾ ചുറ്റുപാടുകളെയാണത് സ്വാധീനിക്കുന്നറിയണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇറ്റ് റാൻ ഡൗൺ എന്ന് പറയുമ്പോൾ അത് താഴേക്ക് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലേക്ക് ഒഴുകുകയാണ്. അതുപോലെ തന്നെയാണ് ഹെർമോനിൽ നിന്ന് പെയ്യുന്ന മഞ്ഞ്. നോക്കണം, ഈ ഹെർമോനിൽ നിന്ന് പെയ്യുന്ന മഞ്ഞും അത് താഴേക്ക് ഒഴുകുകയാണ്. അവിടെ താഴേക്ക് ഒഴുകി അത് വന്ന് പതിക്കുന്നത് സിയോനിലാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് വളരെ ദൂരമാണ്, ഏകദേശം 200 മൈലോളമുണ്ട്
ഈ ഹെർമോൻ പർവ്വതവും സിയോൻ പർവ്വതവും തമ്മിൽ ആ അത്രയും ദൂരം അത് താഴേക്ക് ഒഴുകി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല കേട്ടോ. അതും കവിയുടെ ഭാവനയിൽ ആത്മാവിലുള്ള ഒഴുക്കിനെ കാണിക്കുവാനായി സിംബോളിക്കായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയ നമ്മളെ താഴേക്ക് വരുന്നതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. യേശു കർത്താവിനെ നമ്മൾ നോക്കിയാൽ തൻ്റെ പബ്ലിക് മിനിസ്ട്രി തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്തുവാ? ഉയരത്തിൽ നിന്ന്, പിതാവിങ്കൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്നിലേക്ക് ഇറങ്ങി വരുന്ന ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയൊക്കെ ഈ പറയുന്നത് മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ വലിയ സ്രോതസ്സിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിലും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ നമുക്കറിയാം, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം, അതിൻ്റെ ഫങ്ഷനിൽ കൂടെ ഒരേ ആത്മാവിൽ നിന്ന്, ഒരേ സ്രോതസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഹെർമോന്യ പർവ്വതത്തിൽ നിന്നുള്ള മഞ്ഞ് പോലെ, അല്ലെങ്കിൽ അഹരോന്റെ ആ തലയിൽ നിന്ന് ഒഴുകുന്നതായ വിശുദ്ധ തൈലം പോലെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മളിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസഭയെ ഒന്നിപ്പിച്ചിരിക്കുമ്പോൾ, അത് ആ 1 കൊരിന്ത്യർ 12-ാം അധ്യായം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മളിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത് നാം ഒരുമിച്ച് ഐക്യത്തിൽ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി, ഒരു ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളായി നമ്മൾ ഒരുമിച്ച് ഒരു സ്പിരിച്വൽ യൂണിറ്റിയിൽ കഴിയണമെന്നതിനെ കുറിച്ചാണ്. ആ സ്പിരിച്വൽ യൂണിറ്റിയിൽ നമ്മൾ കഴിയുക മാത്രമല്ല, യൂണിറ്റി എന്ന് പറയുമ്പോൾ യൂണിഫോമിറ്റി അല്ല, നമുക്കെല്ലാം വ്യത്യസ്തമായ കൃപകളും കൃപാവരങ്ങളും ദാനങ്ങളും പൊതുപ്രയോജനത്തിനായി തന്നിരിക്കുകയാണ്. ആ പൊതുപ്രയോജനത്തിനായി ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരികയാണ്. ദൈവസന്നിധിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന പർപ്പസിനായി നമ്മൾ ഒരുക്കപ്പെടുകയാണ്. ആ പർപ്പസിനായി നമ്മൾ ഒരുക്കപ്പെടുമ്പോൾ 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന വണ്ണം ദൈവത്തിന് ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം പണിയപ്പെടുകയാണെന്ന്. നോക്കണം, ഇവിടെ മറ്റൊരു അലിഗറിയാണ് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജീവനുള്ള കല്ലുകളാണെന്ന് പറയുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ അതും ജീവനുള്ള കല്ല. അപ്പൊ ജീവനുള്ള കല്ലായ അവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകളായി ഈ പരിശുദ്ധാത്മാവ് നടത്തുന്ന പണിയാണ് ആത്മീയ ഗ്രഹം. ആ ആത്മീയ ഗ്രഹത്തിൽ സ്വർഗീയ പിതാവിനോട് ഒരുമിച്ച് നമ്മൾ പാർക്കുന്നതിനെ കുറിച്ചാണ് ഈ മനോഹര സങ്കീർത്തനത്തിൽ കൂടി തിരുവചനത്തിലെ വലിയ കാതലായ സന്ദേശം നമ്മളോട് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ മനോഹരമായ കാഴ്ച കാണുന്നു. നോക്കണേ, ഈ ഭക്തന്മാർ യെരുശലേം ദേവാലയത്തിലേക്ക് പോയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് യെരുശലേം ദേവാലയം ഇറങ്ങി വരിക മാത്രമല്ല, അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ ദൈവമുണ്ട്. ആ ദൈവത്തോടുകൂടി നമ്മൾ ഒരുമിച്ച് വാസം ചെയ്യുന്ന ഒരു ദിവസം, അതിനെക്കുറിച്ചാണല്ലോ ഇന്ന് പാടി അവസാനിപ്പിച്ചതും. ആ വാസത്തെക്കുറിച്ചാണല്ലോ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നതും. അങ്ങനെയാണ്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കണേ, നമ്മുടെ നിത്യജീവൻ ഈ വിശ്വാസികളുടെ കർത്താവിനോട് ചേർന്നുള്ള ഐക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമ്മെ ഉപയോഗിച്ചുകൊണ്ട്, വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവസഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ സൗരഭ്യം പരത്തി, സുഗന്ധം പരത്തി ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നമ്മൾക്കതിലൂടെ നിത്യതയിൽ എത്തിച്ചേരുവാൻ സ്വർഗീയ പിതാവുമായുള്ള ആ വലിയ അനുഗ്രഹം നമ്മൾക്കായി കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വലിയ നിയോഗത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ആത്മീയ ഐക്യത്തിൽ ദൈവത്തിൻ്റെ പർപ്പസിനായി നമ്മളെ വിധേയപ്പെടുത്തിക്കൊണ്ട് കഴിയുവാനിടയാകട്ടെ. നമ്മെ നോക്കിക്കൊണ്ട്
ചുറ്റുപാടുമുള്ളവർ പറയട്ടെ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. മേ ഗോഡ് ബ്ലെസ് us with these words.